അപ്പോൾ ഇനി രാവിലെയോ രാത്രിയോ ഈ ഒരു ചപ്പാത്തി മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടും ലെയറോട് കൂടിയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഈ മടക്ക് ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പിന് മൈദപ്പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തി കുഴച്ചെടുക്കില്ലേറെ ഒന്നും പാടെ ലൂസിലാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ മാവ് ഇത് ഏകദേശം നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഏകദേശം 1/4 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനി ഇത് കയ്യിൽ ഒന്ന് ഓയിൽ തടവിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല ഒട്ടുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ ഈ മാവ് ഉണ്ടാവുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പോൾ പരത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഓയിലും മൈദയും പാടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഏകദേശം ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഓയിലിൻ്റെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുക്കണേ. ഇനി ഇത് 2 വശത്തുനിന്നും നമുക്ക് നടുവശത്തേക്ക് മടക്കിയെടുക്കാം. എന്നിട്ട് ഒന്നും പാടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പിന്നെയും മടക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചതുരത്തിലാണ് കേട്ടോ ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാനുള്ള ചട്ടി ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വശം ആവണ സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നെയ്യോ ഓയിലോ വേണമെങ്കിൽ ഒന്ന് തടവി കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് നെയ്യ്. അങ്ങനെ 2 വശം കുക്കായതിന് ശേഷം ഇത് നമുക്ക് ചട്ടിയിൽ നിന്നും മാറ്റാം. അങ്ങനെ എല്ലാതും ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള മടക്ക് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.